നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. വേദപുസ്തകത്തിലെ ഏറ്റവും സന്തോഷം പകരുന്ന കാവ്യ പുസ്തകമാണല്ലോ സങ്കീർത്തന പുസ്തകങ്ങൾ. അതിലെ ഭൂരിപക്ഷ സങ്കീർത്തനങ്ങളും ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പാടിയ അനുഗ്രഹീത പാട്ടുകളാണ്. തനിക്ക് ശേഷം തൻ്റെ മകൻ ശലോമോനും ഇസ്രായേലിലെ ഗായക സംഘത്തിന് നേതൃത്വം വഹിച്ച ആസാബും വലിയ ന്യായവിധിയുടെ കരം കണ്ട കോരഹിൻ്റെ പുത്രന്മാരുമൊക്കെ പാടിയ നിരവധി പാട്ടുകളടങ്ങിയ 150 പാട്ടുകളടങ്ങിയ ഈ കാവ്യ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ഏറ്റവും അനുഗ്രഹം പകരുന്നതാണ്. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനം ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള സങ്കീർത്തനമാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയനായിരുന്ന ധാരാളം ആളുകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയനാണോ പ്രിയയാണോ എന്ന് നമുക്ക് വചനത്തിലൂടെ വചനമാകുന്ന കണ്ണാടിയുടെ നോക്കി ഒരു നിശ്ചയം പ്രാപിപ്പാൻ ഈ പകൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്നാന ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് ആളത്വമായി ഇറങ്ങി വന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയുന്ന വാക്ക്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം കൂടെ, മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പുതിയ നിയമ പുസ്തകങ്ങൾ, പ്രത്യേക സുവിശേഷങ്ങൾ ശാന്തമായി വായിച്ച് ധ്യാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനറിയാം, ഈ ഭൂമിയിലെ 33.5 വർഷത്തെ ഐഹിക ജീവിതകാലത്ത് പല സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് സംസാരിച്ച സംഭാഷണങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ പ്രാർത്ഥിച്ച അതിപ്രസിദ്ധമായ പ്രാർത്ഥനകൾ നമ്മുടെ തിരുവെഴുത്തിൽ യോഹന്നാൻ 13, 14, 15, 16, 17 അധ്യായങ്ങൾ വളരെ വിശദമായി കാണുകയാണ്. അതിനിടയിൽ യേശു ദൈവത്തോട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, ഞാൻ നിൻ്റെ ആ പഴയ മഹത്വത്തിലേക്ക് മടങ്ങി വരികയാണ്, നീ പിന്നെയും എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ ഒരു വലിയ മുഴക്കത്തോടെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഞാൻ ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഓരോ ശുശ്രൂഷകളും യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യർക്കു വേണ്ടി ഭൂമിയിൽ ചെയ്തപ്പോൾ തുടക്കത്തിലും ഒടുക്കത്തിലും ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള കൽപ്പന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകലരെയും എൻ്റെ ശിഷ്യരാക്കുവീനെന്ന് കൽപ്പിച്ച കർത്താവ് ശുശ്രൂഷയുടെ തുടക്കത്തിൽ യോഹന്നാൻ്റെ കൈ കീഴെ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് പൊങ്ങി ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ച അവസരത്തിൽ സ്വർഗം അവന് വേണ്ടി തുറന്നു. ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് വെള്ളത്തിൽ യോർദാനിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മീതെ സ്വർഗം തുറക്കുകയാണ്. ഒന്ന്, സ്വർഗം തുറക്കപ്പെടുന്നു. രണ്ട്, ആത്മാവ് ആളത്വമായി പുത്രനിലേക്ക് ഇറങ്ങി വരുന്നു. മൂന്ന്, പിതാവായ ദൈവം സംസാരിക്കുന്നു. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയിൽ നടക്കുമെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചവനെ ദൈവം വിളിച്ചൊരു പേരാണ്, നീ എൻ്റെ പ്രിയ പുത്രന്. ഒരല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് പ്രിയരായ പലരുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിനെ 3 പ്രാവശ്യം ദൈവം വിളിച്ചു. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നമുക്ക് സമയം പോലെ ചിന്തിക്കാമെങ്കിലും വാക്യങ്ങൾ വായിച്ചു വിട്ടേ. ദാനിയേൽ 9:23, 10:11, 10:19 3 വാക്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചിന്തയ്ക്കാധാരമായിട്ട് വായിക്കാം. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. 10:11. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, അതിൻ്റെ 10 വായിച്ചു, 10ഉം 11ഉം കൂടെ വായിച്ചു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആഴമായി. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളങ്കയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഈ വചനങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്ന് നിന്നു. നോക്കിയ, നീ തിരിച്ചറിയേണ്ടതിനും നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും, മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാനല്ല, നീ തിരിച്ചറിയേണ്ടതിനും നീ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ. ശ്രദ്ധിച്ചേ പ്രിയരെ, അതിൻ്റെ 19 കൂടെ വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. വേദപുസ്തക ചരിത്രത്തിലെ പഴയ നിയമ വിശുദ്ധന്മാരിൽ ഏറ്റവും യോഗ്യനായ ഒരു ഭക്തനാണ് ദാനിയേൽ. ലോകം കണ്ട 1ാമത്തെ സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യം ഭരിച്ച നെബൂഖദ്നേസറിൻ്റെ കാലത്തും തൻ്റെ മകനായ ബെൽസസറിൻ്റെ കാലത്തും മേത്യരുടെയും പേർഷ്യരുടെയും സാമ്രാജ്യമായ 2ാമത്തെ സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യ അധിപന്മാരായിരുന്ന ദാര്യാവേശിൻ്റെ കാലത്തും, പ്രൈസ് ദി ലോർഡ്, എത്ര ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. സാമ്രാജ്യ അധിപന്മാരായ ശക്തന്മാരായ ആളുകൾ സാമ്രാജ്യം ഭരിച്ച കാലഘട്ടത്തിലെല്ലാം ദാനിയേല് ശുഭമായിരുന്നു
എന്ന വാക്ക് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ദാനിയേല് ശുഭപ്പെട്ടിരുന്നു. കോരശ്, ദാര്യാവേശ്, ബെൽസസർ, നെബൂഖദ്നേസർ, ലോകം കണ്ട ഏറ്റവും ശക്തരായ 1-2 സാമ്രാജ്യങ്ങളുടെ അധിപന്മാർ. ഒന്നുകൂടെ പറഞ്ഞാൽ തല തങ്കം കൊണ്ട് എന്ന് പറയുന്ന ആ സാമ്രാജ്യമാണ് നെബൂഖദ്നേസറിൻ്റെയും ബെൽസസറിൻ്റെയും സാമ്രാജ്യം. നെഞ്ചും കൈയും വെള്ളി കൊണ്ട് എന്ന് പറയുന്ന സാമ്രാജ്യമാണ് കോരശിൻ്റെയും ദാര്യാവേശിൻ്റെയും സാമ്രാജ്യമായ മേത്യരുടെയും പേർഷ്യരുടെയും സാമ്രാജ്യം. ഈ 4 അതിശക്തന്മാരായ രാജാക്കന്മാരുടെ കാലത്ത് ദാനിയേലും യഹൂദബാലന്മാരും നേരിട്ടതുപോലുള്ള പ്രതിസന്ധികൾ ഉലകത്തിലൊരു പക്ഷേ ആരും നേരിട്ട് കാണത്തില്ല. ഒന്ന്, 7 മടങ്ങ് ചൂടുള്ള രാജാവിൻ്റെ കൽപ്പനയാൽ ഒരുക്കപ്പെട്ട ഏറ്റവും വലിയ അഗ്നിച്ചൂളയിലേക്ക് ഇവരെറിയപ്പെട്ടു. 2, അനേക സിംഹങ്ങൾ കിടക്കുന്ന കുഴിയിലേക്ക് ഇവരെറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ശക്തമായ എതിരുകളും പോരുകളും ഒരാളല്ല, 127 സംസ്ഥാനങ്ങളിലെ ദേശത്തിൻ്റെ അധിപതികളെല്ലാം കൂടി പ്രാർത്ഥിക്കുന്നവർക്കെതിരെ ശക്തമായി എഴുന്നേറ്റപ്പോൾ ദൈവം പ്രാർത്ഥിച്ചവനെ വിളിച്ചൊരു പേരുണ്ട്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ ഭയപ്പെടണ്ട, നീ ബലപ്പെട്ടിരിക്കുക, നീ ബലപ്പെട്ടിരിക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, മാതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഇറങ്ങി വെളിപ്പെടുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഹല്ലേലൂയ. ആരംഭത്തേക്കാൾ അവസാനം ദാനിയേല് ശുഭപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പ്രതിസന്ധികൾ വരട്ടെ, അഗ്നികുണ്ഡങ്ങൾ വരട്ടെ, സിംഹക്കുഴികൾ വരട്ടെ, രാജാക്കന്മാരും രാജ്യവും ദേശാധിപതികളും എതിർക്കട്ടെ, പക്ഷേ അവസാനം ശുഭമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശുഭമാക്കി മാറ്റാൻ കഴിയുന്നത് ഉയരത്തിലെ ദൈവമാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. Hallelujah. Praise the Lord. Praise the Lord. എല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവമേ ഒരു ശുഭകാലം. ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാകണം. ആർക്കുമില്ലാത്ത എതിരോ, ആർക്കുമില്ലാത്ത പോരോ, ആർക്കുമില്ലാത്ത വെല്ലുവിളിയോ, ആർക്കുമില്ലാത്ത അപവാദമോ, ആർക്കുമില്ലാത്ത അപമാനമോ നീ അനുഭവിക്കുന്നെങ്കിൽ കുറിച്ചിട്ടോ. പിന്നത്തേതിൽ ഒരു ശുഭതയുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിനക്കൊരു ശുഭത കൽപ്പിക്കുവാൻ ദൈവം മതിയായവനാ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മെത്തേഡ് നിങ്ങൾ കണ്ടോ? മുഴങ്കാലിൽ കുത്തി, ഉള്ളങ്കൈ 2 മൂന്നി എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം മനസ്സിലായോ? നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ആന കളിപ്പിക്കാൻ മുട്ടയെ കുത്തി കൈ കുത്തിയിട്ട് മണ്ടയ്ക്ക് പിള്ളേരെ കയറ്റി നിർത്തി കൊച്ചുമക്കളെ കളിപ്പിക്കത്തില്ലേ അപ്പച്ചനൊക്കെ? ദാനിയേൽ അപ്പച്ചൻ്റെ മുമ്പിൽ നിൽക്കുക. എങ്ങനെയാണെന്നറിയാമോ? മുഴങ്കാലും ഉള്ളങ്കൈ മൂന്നി. പ്രൈസ് ദി ലോർഡ്. തല കുനിച്ച്, കൈ 2 മൂന്നി, മുട്ടി 2 മടക്കി ദൈവസന്നിധി കിടക്കുകയാ. ഇത് ലോകത്തിൽ മറ്റാരും കാണുന്നില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ പ്രാർത്ഥനാ പായിൽ നീ കിടന്ന് നിലവിളിക്കുന്നതും
വിറയ്ക്കുന്ന മുഴങ്കാലുകൾ ഊന്നി പ്രാർത്ഥിക്കുന്നതും കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രാർത്ഥിച്ചവനെ വിളിക്കുകയാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നീ നിന്നെ തന്നെ നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ മറ്റാരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ നിന്നെ കുനിയിപ്പിക്കാൻ ആളുകൾ നോക്കിയാലും നീ കുനിയരുത്. നീ കുനിയേണ്ട ഒരിടമുണ്ട്. അത് മനുഷ്യന്റെ മുമ്പിലല്ല, വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിലാ. വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ കുനിയാൻ തയ്യാറായാൽ, കുനിയാൻ മനസ്സ് വെക്കുമ്പോൾ, താഴ്ത്താൻ മനസ്സ് വെക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ ആനിയാൻ്റിയുടെ ആങ്ങള സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന കൺവെൻഷനാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയത്. താന പെന്തക്കോസ് ഫെലോഷിപ്പ് കൺവെൻഷനിൽ. അവിടെ അദ്ദേഹം സെക്രട്ടറിയും മറ്റൊരു ദൈവദാസൻ പ്രസിഡൻറ്റുമായി 101 സഭകളുടെ സംയുക്തമായ മീറ്റിംഗാണ്. വെള്ളി, ശനി, ഞായർ 3 രാത്രിയും 2 പകലുമായി 5 മെസ്സേജുകൾ പറഞ്ഞത്. ഈ മെസ്സേജുകൾക്കിടയ്ക്ക് ഒരു ഹൈസ്കൂൾ അധ്യാപികയായ ടീച്ചറമ്മാമ എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും പകൽ എന്നെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ യോഗം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഇറങ്ങും മുമ്പേ വണ്ടിയെ കയറിപ്പോയി. രാത്രിയിൽ അവർ പ്രത്യേകം പെർമിഷൻ എടുത്ത് എന്നെ കാണാൻ വേണ്ടി നിന്നപ്പോൾ 11 വർഷം മുമ്പേ അതേ കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചതാണ്. ഈ താന പെന്തക്കോസ് ഫെലോഷിപ്പ് കൺവെൻഷൻ 11 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ പ്രസംഗിച്ചതാണ്. അന്ന് ഈ ടീച്ചറമ്മ എന്നെ വിളിച്ചുകൊണ്ട് ഒരു ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന, ചെന്ന് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരുന്ന അവസ്ഥയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ അന്ന് യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാത്ത അക്രൈസ്തവനായുള്ള ഈ ചെറുപ്പക്കാരനെ ഈ ടീച്ചറമ്മ പഠിപ്പിക്കുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോന്നു. സൗഖ്യമായോ ഇല്ലയോ എന്നൊന്നും ഞാൻ പിന്നീട് അറിഞ്ഞിട്ടില്ല. ഈ ടീച്ചറമ്മ എന്നെ കാണാനായിട്ട് നിന്നത് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വൈദ്യശാസ്ത്രം കൈവിട്ട് അവനെ അന്നു പകൽ യേശു സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, അവൻ നല്ല ഒരു വിശ്വാസിയായി വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളിപ്പോൾ ഉണ്ട്. ആ മകൻ്റെ കാര്യം ദൈവം വിടുവിച്ചെന്ന് പറയാനാണ് അവരിന്ന്. നമ്മളറിയാതെ എത്രയോ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലവും വിടുവിക്കുന്നൊരു കർത്താവ്. മുഴങ്കാലും മടക്കാൻ നീ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലരെയും കാണുന്നത് അവജ്ഞയോടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം തന്നെ നമ്മുടെ ഈ ജെറിനെ പാടാൻ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഇവിടെ പാടുന്ന പിള്ളേരെ എല്ലാം പാട്ട് ശബ്ദക്കൂടലാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലരും പോയി. ഇനിയും ജെറിനോടെ ഉള്ളു പോകാൻ അവനും താമസിയാതെ പോകും. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ പാട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെ ഓടിച്ചു വിടും. അങ്ങനെയുള്ള അവൻ പാടുമ്പോൾ 2 വാക്കൊക്കെ പറഞ്ഞൊരു അനുഗ്രഹം. അപ്പോൾ ഉടനെ ഇരുന്നുകൊണ്ട് ജോയിയുടെ മോൻ എന്നെ പറയാനാ, ജോയിയുടെ മോൻ ആരാ എന്നൊന്നും ചോദിക്കല്ലേ. ജോയിയുടെ മോനല്ല സ്റ്റേജിൽ പാടുന്ന ദൈവത്തിൻ്റെ പൈതല. നീ അങ്ങനെ അവജ്ഞയോട് ആരെയും കാണല്ല. നീ പൂക്കോയിക്കലെ ജഡ്ജിയുടെ മോനും ഇവനേതോ തരം താണ ആദിവാസി ചെറുക്കനും വന്ന് ധരിക്കരുത്. അവൻ ദൈവത്തിൻ്റെ പൈതല. നിന്നെ പോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ പൈതല. നീ അവനെ കുറച്ച് കാണല്ലേ. നീ പരിഹാസ ചൊവ്വയോടെ നീ ഏതോ കൂടിയിടത്തെ ആളാണെന്നും പറഞ്ഞ് ജോയിയുടെ മോൻ അങ്ങനൊന്നും പറയല്ലേ. പാടുന്ന കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ പാടുക. നീ കരമടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നീ അവരെ വളർത്തിക്കൊണ്ട് വരണം. നിന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നവനെ ഇല്ലാതാക്കരുത്. നീ അങ്ങനെ വിളിച്ചാലും ദൈവം വിളിക്കുന്നൊരു പ്രേയുണ്ട്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, എടാ ദൈവത്തിന് പ്രിയനെ നീ അവജ്ഞയായി കാണരുത്. ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്, സ്തോത്രം പറഞ്ഞ് കേൾക്കുമ്പോൾ നീ പുറകെ ഇരുന്നുകൊണ്ട് അപവാദത്തിൻ്റെ വാക്ക് പറഞ്ഞ് ശുശ്രൂഷയിൽ നിൽക്കുന്നവനെ പരിഹസിക്കാതെ നീ മുഴങ്കാലം അടക്കുന്നവനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം. അവൻ്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിന്റെ വായിൽ നിന്ന് മറ്റൊരുത്തന് ഹൃദയത്തിൽ വേദന വരുന്ന ഒരു വാക്ക് പറയാനിടയാകല്ലേ. സന്തോഷമുണ്ട്, കരമടിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ ഈ കൊച്ചു പിള്ളേരെല്ലാം കൂടെ സ്റ്റേജിൽ വന്നിരിക്കുന്ന കാണുന്ന ഒരു അനുഗ്രഹമല്ലേ.
നിങ്ങൾ അവരെ കൈ ചൂണ്ടിപ്പാണ്, കർത്താവ് ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണം, ഇവർ ദൈവകൃപയുള്ളവരാകണം, ഇവർ അഭിഷേകത്തോടെ നിൽക്കണം, അവരിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ആരാധന വെളിപ്പെടണം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ പുറകിരുന്നുകൊണ്ട് ആ ജോയിയുടെ മോനെന്നും മേഴ്സിയുടെ മോനെന്നൊക്കെ പറഞ്ഞ, തച്ചൻ്റെ മോനെന്നും മറിയയുടെ മോനെന്നൊക്കെ പറയുന്ന ഭാഷകൾ നമ്മൾ ഉപയോഗിക്കല്ലേ. നമ്മുടെ കൂട്ടുവിശ്വാസിയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവരെ ആദരിക്കാൻ പഠിക്കണം. ദാനിയേലിനെ ദൈവം വിളിച്ചത്, ഹല്ലേലൂയ, ഏറ്റവും പ്രിയനായ ദാനിയേലേ, ഇന്ന് പകൽക്കാലം നീ അറിയാത്തൊരു ബന്ധം ദാനിയേലിന് ദൈവത്തോടുണ്ട്. നീ അത് അറിഞ്ഞിരിക്കണം. നിനക്കവൻ വില കുറഞ്ഞവനായിരിക്കും, പക്ഷെ ദൈവത്തിനവൻ പ്രിയനാണ്. ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെട്ടു വരുന്നത് തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനാ. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ആരാധിക്കട്ടെ. ദൈവം ഇറങ്ങി വരുന്നത് തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനാ. ഹല്ലേലൂയ. ആവർത്തനം 33:12 മോശ എന്ന ശക്തനായ വീണ്ടെടുപ്പുകാരനായ പ്രവാചകൻ ബെന്യാമീനെ കുറിച്ച് പറയുകയാണ്. വായിച്ചേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. 12 ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും വഴി ജനിച്ച ഒരു ഗോത്രം, അവൻ വഴിയിലാണ് ജനിച്ച്. ബാക്കി 11 ഗോത്രങ്ങളും വീട്ടിൽ ജനിച്ചവരാ. 11 ഗോത്രങ്ങൾ വീട്ടിൽ ജനിച്ചപ്പോൾ വഴിയിൽ ജനിച്ചൊരുത്തനുണ്ട്. അമ്മയുടെ മുഖം അവൻ കണ്ടിട്ടില്ല, മുലപ്പാൽ അവൻ കുടിച്ചിട്ടില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. 3 രണ്ടാനമ്മമാരുടെ പോരനുഭവിച്ച ഒരു ഗോത്രം ഭൂമിയിലുണ്ടെങ്കിൽ അത് ബെന്യാമീൻ ഗോത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ലേയയുടെയും ബിൽഗയുടെയും ശില്പയുടെയും എല്ലാം പീഡകളും മറ്റ് 11 പിള്ളാരുടെ ഉപദ്രവങ്ങളും ഏറ്റ ഒരു 12ാമൻ വഴിയിൽ ജനിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മറ്റ് 11 ഗോത്രങ്ങളെ വിളിക്കാത്തൊരു പേര് മോശ വിളിച്ചു, യഹോവയ്ക്ക് പ്രിയനേ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. എടാ, നീ വഴി ജനിച്ചതായിരിക്കും, നിനക്ക് പാരമ്പര്യം പറയാൻ കാണത്തില്ല, നീ നല്ല മുലപ്പാൽ ഇറുമി കുടിച്ചിട്ടില്ല, നീ കന്നാലിപ്പാൽ കുടിച്ചായിരിക്കും വളർന്നത്. പക്ഷെ നീ ദൈവത്തിന് പ്രിയനാണെന്നുള്ള കാര്യം നീ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. 3 അമ്മമാരും കൂടെ നിന്നോട് പോരെടുത്താലും, ഹല്ലേലൂയ, 11 സഹോദരന്മാർ നിന്നെ ഒതുക്കാൻ നോക്കിയാലും, നീ ജനിച്ചത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണെങ്കിൽ നിന്നെ പ്രിയനേ എന്ന് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരോടൊക്കെയോ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ലോകം നിന്നെ ഒരപമാന വിഷയമായി കണ്ടാലും നീ ദൈവത്തിന് പ്രിയനാ. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ബെന്യാമീനേ, നീ എനിക്ക് പ്രിയനാ. അതുകൊണ്ട് ഒന്നാമത്തെ രാജാവ് വന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് 14 ലേഖനം ദൈവസഭയ്ക്ക് തന്നത് ബെന്യാമീൻ ഗോത്രക്കാരനാ. ഇന്ന് പകൽ ലോകം തള്ളിയ നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആരോടോ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നീ ഒന്നിനെ കുറിച്ചും നീ പുച്ഛിച്ച് കാണല്ല്, നീ വില കുറച്ച് കാണല്ല്. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിച്ചേ, കല്ല് കുത്താൻ 2 മുഴങ്കാലും ഊന്നാൻ 2 കൈയുമുണ്ടെങ്കിൽ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ട് നിന്നെ ഉണർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ പകൽ ഹല്ലേലൂയ. അഭിഷേകമുള്ളവർ അന്യ ഭാഷയിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 20 വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:20. ഒന്നുകൂടെ വായിച്ചേ. എബ്രീം എൻ്റെ വാത്സല്യപുത്രനും ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോൾ ഒക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ
സ്ഥായിയായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ കുറിച്ച് ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും. ഹോ, എനിക്ക് അവനോട് സ്ഥായിയുണ്ട്, എനിക്ക് അവനോട് കരുണയുണ്ട്. എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അതുകൊണ്ട് അവനോട്, ഇതാര് പറയുക? സ്തോത്രം. എബ്രീം ആരാ? മനശ്ശെ ആരാ? യോസഫിൻ്റെ 2. അപ്പൻ്റെ വലങ്കൈ ആരുടെ മണ്ടയ്ക്കാ വീണേ? എബ്രീമിൻ്റെ ആണോ? ഇടങ്കൈ മൂത്തവൻ്റെ മേലും വലങ്കൈ ഇളയവൻ്റെ മേലും വെച്ചല്ലേ അനുഗ്രഹിച്ചേ? അങ്ങനെയാണെങ്കിൽ അപ്പൻ ആരാ അനുഗ്രഹിച്ചേ? ഇനി ചേട്ടനും എന്നും ആരാന്ന് പഠിപ്പിക്കണം. ഫ്രൈസലോ, ഫ്രൈസലോ. വല്യപ്പൻ്റെ കൈ വീണത് ഇളയവൻ്റെ മണ്ടയ്ക്കാണ്. അപ്പം മൂത്തവൻ്റെ തലയെ വെക്കാൻ വേണ്ടി ജോസഫ് ഒരു പരിശ്രമം നടത്തി. ജോസഫ് പറഞ്ഞു, അപ്പം അങ്ങനല്ല, ഇവനാ മൂത്തൻ. ഉടനെ അപ്പൻ 2 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു, എനിക്കറിയാം മോനെ. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു, എനിക്കറിയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 2 പ്രാവശ്യം വല്യപ്പൻ യാക്കോ പറയാണ്, എനിക്കറിയാം മകനെ, എനിക്കറിയാം. കണ്ടോ സൂസനാൻ്റെ ആ വാക്യം? വലങ്കൈ മൂത്തവനായ എബ്രീമിൻ്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലും അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ച് പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു. അടുത്ത വാക്യം. അപ്പൻ വലങ്കൈ എബ്രീമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി. മാറ്റി വെക്കാൻ പിടിച്ചു. അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദിജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ യാക്കോ പറയാണ്, എനിക്കറിയാം മകനെ എന്ന് പറഞ്ഞാൽ, ജോസഫെ നിന്നെ എനിക്കറിയാം, ഈ നിൽക്കുന്ന 12 പുള്ളികളെ എനിക്ക് അറിയാം, നിൻ്റെ അമ്മയെ എനിക്കറിയാം, ഹലോ, നിങ്ങളുടെ എല്ലാം സ്വഭാവം എനിക്ക് അറിയാം, എനിക്കെല്ലാം അറിയാം. ആര് പറയാ എന്ന് പറഞ്ഞാൽ, ആരെ അനുഗ്രഹിക്കണം, ആരെ അനുഗ്രഹിക്കണ്ട, ആരുടെ തലയെ വലങ്കൈ വെക്കണം, ആരുടെ തലയെ വെക്കണ്ട എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ സുബോധമൊന്നും പോയിട്ടില്ല, എൻ്റെ സോഡിയം കുറഞ്ഞിട്ടില്ല, എൻ്റെ വിറ്റാമിൻ ഡിയും പോയിട്ടില്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മശക്തിയാണ്. പ്രായം 147 ആയെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഓർമ്മയൊന്നും പോയില്ല, കൃപയും മങ്ങിയിട്ടില്ല. ഞാൻ അങ്ങ് വീട്ടിൽ നിന്ന് ഓടി വന്ന് ഹാരാനിൽ ഒരു സ്ഥലത്ത് കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ ഉണ്ടായ വെളിപ്പാട് ഇപ്പം കട്ടിലേലിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോഴും ആ കൃപയെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്കറിയാം. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ദൈവത്തിന് ആരുടെ മേൽ കൈവെക്കണം എന്ന് ദൈവത്തിനറിയാം. പക്ഷേ ഈ എബ്രീമിനൊരു കുഴപ്പം പറ്റി. ഇവൻ ഈ മറിച്ചിടാത്ത ദോശയാണ്. ഒരു സൈഡേ വേഗത്തുള്ളൂ, ഒരു സൈഡ് എപ്പോഴും തിന്നു പോയെങ്കിൽ പല്ലേൽ ഒട്ടിപ്പിടിക്കും, പിന്നെ ബ്രഷും പേസ്റ്റും കൊണ്ടേലേ നമുക്ക് ശരിയാക്കാനൊക്കത്തുള്ളൂ. ഇവൻ മറിച്ചിടാത്ത
ദോശയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒത്തിരി കുറ്റം ഇവനുണ്ട്. എന്തൊക്കെയാ? പാപികളോട്, ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. ബലം തിന്നു കളഞ്ഞു. അവന് പുഴുക്കുത്ത് പിടിച്ചു. എന്നെ പിടിച്ചു? പറഞ്ഞേ. എബ്രീമിന് എന്തോ പിടിച്ചു? പുഴുക്കുത്ത് പിടിച്ചു. അപ്പോഴൊക്കെ ഇവനെ അങ്ങ് നശിപ്പിക്കാൻ ആര് തീരുമാനിക്കുക? ദൈവം. അങ്ങനെ തീരുമാനിക്കുമ്പോഴും പെട്ടെന്ന് ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഓമനപുത്രൻ, എൻ്റെ വാത്സല്യപുത്രൻ. നിന്നെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ അനിഷ്ടമായി തോന്നുമ്പോഴൊക്കെ നിന്നോടറിയാത്ത ഒരു സ്ഥായി എനിക്കുണ്ട്. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവത്തിന് ഒരു സ്ഥായിയുണ്ട് കേട്ടോ. നിന്റെ കുടുംബത്തോടൊരു സ്ഥായിയുണ്ട്, നിന്റെ തലമുറയോടൊരു സ്ഥായിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ പകരുകയാ. ആരും മൗനമായിരിക്കരുത്. നീ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, തള്ളിക്കളയാൻ പറ്റിയ കുഴപ്പങ്ങൾ, പുഴുക്കുത്തു പിടിച്ച മറിച്ചിടാത്ത ദോശയായ ജാതികളോട് ഇലകറന്ന ശക്തി മുഴുവൻ ജാതികൾക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തവനാണെങ്കിലും എന്നോടൊരു കരുണയുണ്ടല്ലോ. ഞാൻ നിനക്ക് പ്രിയപുത്രനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സാബൂർലാസ് വെള്ളം എടുക്കണേ. വളരെ പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 26-ാമത്തെ വാക്യം. നെഹമ്യാവ് 13. ശൗമേലിൻ്റെ പുസ്തകത്തിലോ രാജാക്കന്മാരുടെ പുസ്തകത്തിലോ ദിനവൃത്താന്ത പുസ്തകത്തിലോ കാണാത്തൊരു കാര്യം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ശലോമോൻ പറഞ്ഞേ. അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ശലോമോൻ്റെ രാജത്വം അപകരിക്കാൻ സ്വന്തം വീട്ടിൽ നിന്ന് അബ്ശാലോം എഴുന്നേറ്റു. അബ്ശാലോം കരുവേലകത്തെ തൂങ്ങി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തൊട്ടുപുറകെ അദോനിയാവ് എഴുന്നേറ്റു. അദോനിയാവിനെ താഴ്വരയിൽ വെച്ച് വെട്ടിക്കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അബ്ശാലോമിൻ്റെ സഹോദരൻ ദാവീദിനെതിരെ എഴുന്നേറ്റു. അവനെയും മാറ്റി. ഒരേ അപ്പൻ്റെ മക്കളായിരുന്ന അബ്ശാലോമിനെയും അദോനിയാവിനെയും ഒക്കെ മാറ്റിയിട്ട് ദൈവത്തിന് പ്രിയനായിരുന്ന ശലോമോനെ ആരാക്കി? ദൈവം 3 പ്രാവശ്യം ഈ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടു. ഇവൻ ചോദിച്ചതും ചോദിക്കാത്തതും ദൈവം അവന് കൊടുത്തു. ലോകത്തിലെ ഏറ്റവും പേരുള്ള ജ്ഞാനിയായ രാജാവാക്കി അവനെ മാറ്റി. പക്ഷേ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അവൻ്റെ പേര് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന് ഹിതകരമല്ലാത്തത് ചെയ്തു. നമ്മൾ ചിന്തിച്ചു വരുന്നത് പ്രിയനായവരുടെ കാര്യം. പ്രിയനായിരിക്കുമ്പോൾ നിന്നെ പ്രിയനാക്കിയ ദൈവത്തിന് പ്രസാദമല്ലാത്തത് ചെയ്താൽ നീ ഏത് ജ്ഞാനമുള്ള രാജാവാണെങ്കിലും നിന്നെ പ്രിയനാക്കിയ ദൈവം തന്നെ നിന്റെ പേര് വെട്ടിക്കളയും. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം വരുന്നത് തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനാണ്. ഇന്ന് പകൽ നീ പ്രിയനാണെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും നിശ്ചയമായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രിയനായവൻ അസുഖം വന്നു. നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം 36-ാമത്തെ വാക്യം രണ്ടിടത്ത് എഴുതിയിരിക്കുകയാണ്. പ്രിയനായവൻ 11:3, 11:36. ആർക്കധീനം?
പ്രിയനായവന് സിംഹക്കുഴി ഉണ്ടാകുമോ? പ്രിയനായവന് സിംഹക്കുഴി ഉണ്ടാകുമോ? ഉണ്ടാകും. പ്രിയനായവന് രോഗമുണ്ടാകുമോ? ഉണ്ടാകും. പ്രിയനായവൻ മരിക്കുമോ? പറ. ഇപ്പൊ പ്രിയനായതുകൊണ്ട് ഒന്നും വരത്തില്ലെന്ന് ആരും ധരിക്കല്ലേ. പ്രിയനാണെങ്കിലും നിനക്ക് സിംഹക്കുഴി ഉണ്ടാകാം, നിനക്ക് അഗ്നികുണ്ഡമുണ്ടാകാം, നിനക്ക് ദീനം വരാം. പ്രിയനായവൻ മരിച്ചിട്ട് 4 ദിവസം വന്നില്ലെന്നിരിക്കാം. പക്ഷെ അതുകൊണ്ട് ചരിത്രം അങ്ങ് അവസാനിക്കുകയല്ല. 2 3 ദിവസങ്ങൾ സിംഹക്കുഴിയിൽ കിടക്കുന്നത് കൊണ്ട് അധ്യായം തീരുകയല്ല. 2 3 4 ദിവസം കല്ലറയിൽ അടച്ചത് കൊണ്ട് അധ്യായം തീരുകയല്ല. അധ്യായം പിന്നെ മുൻപോട്ടുണ്ട്, ചരിത്രം പിന്നെ മുൻപോട്ടുണ്ട്. 3000 ഒട്ടകം ചത്ത കൊണ്ട് ചരിത്രം തീരുകയല്ല. 7000 ആട് ചത്ത ചരിത്രം തീരുകയല്ല. 10 പിള്ളേർ ചത്ത ചരിത്രം തീരുകയല്ല. അതിനപ്പുറത്ത് അധ്യായങ്ങളുണ്ട്. കല്ലറയിൽ വെച്ചിട്ട് കല്ലുരുട്ടി വെച്ച് മുദ്രയിട്ട ചരിത്രം തീരുകയല്ല. അതിനപ്പുറത്ത് ദൈവത്തിന്റെ ചരിത്രമുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രം ഇന്ന് രാവിലെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഒരു പരാജയം കൊണ്ട് ചരിത്രം തീരുകയല്ല, ഒരു തോൽവി കൊണ്ട് ചരിത്രം തീരുകയല്ല. ഇവിടെ ലാസറാര പെങ്ങന്മാർക്ക് ആങ്ങളെയാ, പക്ഷെ യേശുവിന് പ്രിയനാ. അതുകൊണ്ട് പെങ്ങന്മാരെ ആളയച്ചേക്കുക. ആങ്ങളെ രോഗിയാണെന്നും പറഞ്ഞല്ല. കർത്താവേ, നിനക്കു പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. വായിച്ചേ. ആ ആ ആ ആ പ്രിയനായവനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവപുത്രൻ അവനിൽ മഹത്വപ്പെടാനാ. ഒരല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം തന്നതിനൊരു സ്തോത്രം പറ. നിന്റെ കൂടാരത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, നിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, നിന്റെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ, അത് ദൈവപുത്രന്റെ നാമം നിന്റെ കൂടാരത്തിൽ മഹത്വപ്പെടാനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാവിലെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒന്നും തോൽവിക്കല്ല, നാശത്തിനല്ല, അത് ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടാനാ. നാട്ടുകാർ ചോദിച്ചു, കർത്താവേ, ഇവൻ ഇങ്ങനെ കണ്ണുപൊട്ടനായി ജനിക്കാൻ കാര്യമല്ല, ഇവൻ പാപം ചെയ്തിട്ടാണോ അതോ അവൻ്റെ അമ്മയും അപ്പനും പാപം ചെയ്തിട്ടാണോ? യേശുവിൻ്റെ മറുപടി, അവനാകട്ടെ, അവൻ്റെ അമ്മയും അപ്പനും ആകട്ടെ പാപം ചെയ്തിട്ടല്ല, ചെയ്തിട്ടില്ലെന്നല്ല, ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവനിൽ. ഒരല്ലിയ പറഞ്ഞേ. പ്രിയരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആഴമായ മുറിവുകൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളെ നിങ്ങൾ ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി സംശയ വിചാരങ്ങൾ പിശാച് കാതിക്കൊണ്ടിടും. ദൈവം നിന്നെ കൈവിട്ടതാണോ? ആഭിചാര ദോഷമാണോ? അന്യാരാധനയുടെ പോരാണോ? പക്ഷെ ദൈവം നിന്നൊരു പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ കഷ്ടതയുടെ പുറകിൽ, ഈ പ്രതിസന്ധിയുടെ പുറകിൽ, ഈ വെല്ലുവിളിയുടെ പുറകിൽ ദൈവം നിന്റെ കൂടാരത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ വിഷയത്തിന് യേശു വീട്ടിൽ വരുന്നില്ലേ? 4 ദിവസമായിട്ടും വരുന്നില്ലേ? 23 ഡിസംബറിനകത്ത് വരുമെന്ന് നീ വിചാരിച്ചു വന്നില്ലേ? 24 ജനുവരി 14 വന്നില്ലേ? നീ വിഷമിക്കണ്ട, അവൻ വരും. ആ പ്രശ്നം അവൻ വളരെ ഭംഗിയായി പരിഹരിക്കും. അതിൻ്റെ 36 വാക്യം വായിച്ചേ. ആ, അതിൻ്റെ മോളത്തെ വാക്യം വായിച്ചേ. ആ ആ ഒരു മനുഷ്യൻ്റെ കല്ലറയ്ക്ക് ചെന്ന് യേശു
കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, കണ്ടോ അവനോട് എന്നോ പ്രിയമായിരുന്നു. മാർത്ത കരയുന്നു, മറിയ കരയുന്നു. അവർ കരയുന്നത് കണ്ട് യഹൂദന്മാർ കരയുന്നു. ഈ മാർത്തയും മറിയയും കരയുന്നത് മരണത്തിൻ്റെ ദുഃഖം ഏറ്റെടുത്ത. യഹൂദന്മാർ കരയുന്നത് മാർത്തയും മറിയയും കരയുന്നത് കണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരയുന്ന കാണുമ്പോൾ അറിയാതെ ചിലരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അത് ദുഃഖം ഉണ്ടായിട്ടൊന്നുമല്ല, അത് അവരുടെ കണ്ണിൻ്റെ ഒരു പ്രതിഭാസമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർ കരയുന്ന കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യും അത്. പക്ഷേ മാർത്തയും മറിയയും കരയുന്ന അങ്ങനല്ല. അവർ ഉള്ളി തേച്ചൊന്നും കരയവല്ല. പ്രൈസ് ദി ലോർഡ്. അവർ യഥാർത്ഥത്തിലുള്ള ആങ്ങളെ മരിച്ച ദുഃഖത്തിൽ കരയുക. യേശു കരഞ്ഞു. യേശു കരഞ്ഞത് മാർത്ത കരയുന്നത് പോലെയോ മറിയ കരയുന്നത് പോലെയോ യഹൂദന്മാർ കരഞ്ഞത് പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ കയ്യും കാലും കൂട്ടിക്കെട്ടി വായിൽ പഞ്ഞി വെച്ച് മൂക്കി പഞ്ഞി വെച്ച് റൂമാല് കൊണ്ട് മുഖം മറച്ച് ശീല കൊണ്ട് ദേഹം പൊതിഞ്ഞ് വരിഞ്ഞു കെട്ടി കല്ലറയിൽ കൊണ്ടുവെക്കുന്ന മരണത്തിൻ്റെ അധികാരി തൻ്റെ പ്രിയനിൽ ചെയ്തേക്കുന്ന ഈ മരണത്തിൻ്റെ കെട്ട് കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ആഴത്തിൽ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന പൈശാചിക പാളയങ്ങളെ നോക്കിയിട്ട് ഞാൻ എനിക്ക് പ്രിയനായവനോട് പോലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് അകത്ത് വെളിപ്പെട്ട ആ ശക്തിയാ കരഞ്ഞത്. ഇന്ന് പകൽ നിന്നെ നോക്കി നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ വരിഞ്ഞു മുറുക്കി വച്ചിരിക്കുന്ന ചില കെട്ടുകൾ കണ്ടിട്ട് എൻ്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ നിന്നെ നോക്കി, പ്രതിസന്ധിയെ നോക്കി നിന്റെ ഒപ്പം കരയുന്നവനാ. കർത്താവ് കരഞ്ഞ് ആ ടിഷ്യൂ പേപ്പറെല്ലാം കൂടെ ഒരു പെട്ടി തീർക്കുന്നതാണല്ല. കരഞ്ഞത് യഹൂദാ ഗോത്രത്തിലെ സിംഹമാ. സ്തോത്രം പറയണം. സിംഹം എര കണ്ടിട്ട് അടങ്ങിയിരിക്കത്തില്ല. അവൻ ഇര പിടിച്ച് കയറുന്നവനാ. അവൻ അടുത്ത നിമിഷത്തിൽ കരഞ്ഞെന്നല്ല, ഒറ്റ ഗർജനമാണ്. യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം ഒറ്റ ഗർജനം. ലാസറേ പുറത്തു വാ. ഇന്ന് പകൽ പുറത്തു വരാൻ കഴിയാതെ പ്രിയനാവനെ ഒതുക്കി കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ ദൈവം കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അവൻ ഗർജിക്കുന്ന സിംഹമാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. എതിരായി നിൽക്കുന്ന പൈശാചിക മേഖലകൾക്കെതിരെ ഗർജിക്കുന്ന ഒരു സിംഹമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രിയരായവർ ദൈവത്തിന് പ്രിയരാകാൻ കാരണം? ആവർത്തനം 7-ന്റെ 7-8 വാക്യം. കറക്റ്റ് അല്ല. ആ നോക്കി ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങളൊരു വലിയ ജാതി ആയതുകൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും കൂടിയ കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ടൊന്നും അല്ല ദൈവം നിന്നെ പ്രിയനാക്കി. ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. ആ ആകെ കൊണ്ടല്ല. യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുക്കാൻ കാരണം, ഒന്ന് നിന്നോടുള്ള സ്നേഹം, രണ്ട് നിൻ്റെ പിതാക്കന്മാരോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി. നീ എന്ത് കാണിച്ചാലും പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചോ. അമ്മ നിങ്ങൾ വായിച്ചോ ആൻറ്റി. ആ അല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടത് ആ ആ ആ
ഓ, ഒന്ന് നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ. ഒന്ന് പറഞ്ഞേ എല്ലാവരും കൊണ്ട്, എൻ്റെ ദൈവം എന്നെ. ലോകത്തിൽ ആര് സ്നേഹിച്ചില്ലേ നമുക്ക് തന്നെ? ഈ ലോകം മുഴുവൻ നിനക്കെതിരായ നിനക്ക് തന്നെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആരെല്ലാം വെറുത്താലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുള്ളവരെ കൈ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ ദൈവത്തിന് പറഞ്ഞേ. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. 2, നിന്റെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം. പ്രൈസ് ദി ലോർഡ്. അതാ ദാവീദ് ഒരിക്കൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കൂടാരത്തെ അനുഗ്രഹിച്ചു, എൻ്റെ തലമുറയെ അനുഗ്രഹിച്ചു, ഇതൊക്കെ പോരാ എന്ന് ദൈവത്തിന് തോന്നിയിട്ട്. ഹലോ, എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളൊക്കെ കുറവായി പോയെന്ന് ആർക്ക് തോന്നി? അല്ല, ദൈവത്തിന്. ദാവീദ് പറയുകയാണ്, ഇതൊക്കെ എനിക്ക് ഞാൻ ഇത് തന്നെ തൃപ്തനാ, പക്ഷെ ഇതൊക്കെ പോരാ എന്ന് തോന്നിയിട്ട് ഹോ ആ ആ ആ നിങ്ങളിത് വിശ്വസിക്കുന്ന ഈ വാക്യം? നിന്റെ മൂക്കി പഞ്ഞി വെക്കുന്നതോടെ തീരുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട തീരുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് തലമുറകളിലേക്ക് നീളുന്നതാ. ഇന്ന് പല ഇവിടെ വന്ന് കൈയടിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, അതിൻ്റെ അനുഗ്രഹം നിന്റെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും വ്യാപരിക്കുന്ന അനുഗ്രഹമാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇന്ന് രാവിലെ നിനക്ക് വയ്യാഞ്ഞിട്ടും സ്റ്റെപ്പ് കയറി വരാൻ വയ്യാഞ്ഞിട്ടും അകത്തൊരു കഥപ്പുണ്ടായിട്ടും അല്പം ബോഡി പെയിൻ ഉണ്ടായിട്ടും നീ വന്നെങ്കിൽ നിന്നോടുള്ള ദൈവത്തിൻ്റെ നീതി നിന്നെ കൊണ്ട് അവസാനിക്കത്തില്ല. അതിൻ്റെ തലമുറകളിലേക്ക് വ്യാപരിക്കും. വിശ്വസിക്കുന്നവരെ മാത്രമേ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. എഫേസ്യ ലേഖനം 1:6 വേഗം ഒന്ന് വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ മോളെ. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ദൈവത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും. ഒത്തിരി സമയമെടുത്ത് വ്യാഖ്യാനിക്കപ്പെടേണ്ട വേദഭാഗമാണ് ഞാൻ വിടുന്നു. പ്രിയനായവനിൽ നമുക്ക് ലഭിച്ച കൃപാമഹത്വം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 119 സങ്കീർത്തനം 47, 48, 97, 127, 140 ഒക്കെ വീട്ടിൽ പോയി വായിക്കണം. സദൃശവാക്യം 4:6 വീട്ടിൽ പോയി വായിക്കണം. യെശയ്യാവ് 45:4 വീട്ടിൽ പോയി വായിക്കണം. റോമാലേഖനം 9:25, റോമാലേഖനം 11:28 വീട്ടിൽ പോയി വായിക്കണം. ഇതിനാണ് ഒറ്റയടിക്ക് പാസ് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തിരിക്കുന്നത് എങ്ങനെ ഈ ലൈവിനകത്തുണ്ട്, നിങ്ങൾ പിന്നെ പോയി കണ്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനം 7:1, 1 യോഹന്നാൻ 3:2-3, സങ്കീർത്തനം 40:8-5, യൂദ 20 ഒക്കെ വായിക്കണം. യൂദ 20 മാത്രം വായിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം അവസാനിപ്പിക്കാം. യോഹന്നാൻ 21:15, 1 യോഹന്നാൻ 4:7, ഇതൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ടതാണെങ്കിലും സമയം പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. യൂദ 20, മറ്റൊന്ന് കൊലോസ്യ ലേഖനം 3:12. ഈ 2 വാക്യങ്ങളൂടെ വായിച്ച് നമുക്ക് ഈ പകലത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, ദൈവമക്കൾക്കെല്ലാം ആ പേരുണ്ട് കേട്ടോ. ദാനിയേലിനും യേശുവിനും ബെന്യാമീനും എബ്രീമിനും ശലോമോനും ലാസറിനും മാത്രം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പേര്. പുതിയ നിയമത്തിലെ സഭയ്ക്കകത്തെ മുഴുവൻ വിശ്വാസികളുടെ പേര് എല്ലാവരും പറഞ്ഞേ
ഓ പ്രിയമുള്ളവരെന്ന്. അങ്ങനെയാണ് യൂദായുടെ ലേഖനത്തിൽ കൊച്ചു അധ്യായമാണ്, 25 വാക്യമുള്ളെങ്കിലും 3 പ്രാവശ്യം നമ്മളെ വിളിച്ചിരിക്കുകയാണ്, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ. അങ്ങനെയാണ് സഭ ദൈവത്തിന് ആരാണ്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടം പുത്രനായ പ്രിയമുള്ളവനോടാണെങ്കിൽ ദൈവത്തിന് രണ്ടാമത്തെ ഇഷ്ടം പ്രിയനായ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത പ്രിയ സഭയോടാ. ഒരല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. പ്രിയമുള്ളവരെ, നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അഗ്നിസർപ്പം കടിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ ഉറക്ക നിലവിളിച്ചു. പ്രതിവിധി എന്താണ്? ദൈവം പറഞ്ഞു, നീ ആ കുന്നിന്മേൽ ഒരു കമ്പിന്മേൽ പിച്ചള സർപ്പത്തെ ഉയർത്തണം. അഗ്നിസർപ്പം കടിച്ച് വിഷമേക്കുന്നവർ ഓടി വന്നാൽ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ ജീവൻ പ്രാപിക്കും. പ്രൈസലോ. അങ്ങനെ പാമ്പിൻ്റെ കടിയേറ്റ് മരണഭീതിയിൽ ഓടി വന്നവരെല്ലാം ഉയർത്തപ്പെട്ട കമ്പിന്മേൽ നിൽക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടു. പക്ഷെ അവരെല്ലാം പിന്നത്തേതി മരിച്ചുപോയി. പ്രൈസലോ, പ്രൈസലോ. അവർ മിക്ക പേരിലും ആരും പ്രസാദിച്ചില്ല. അപ്പം ഇവിടെ പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാം മരിച്ചുപോയി. മന്ന തിന്നവർ മരിച്ചുപോയി. പാറയിലെ വെള്ളം കുടിച്ചവർ മരിച്ചുപോയി. എന്നാൽ നമ്മൾ പിച്ചള സർപ്പത്തെ അല്ല നോക്കിയത്. പിച്ചള സർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. പിച്ചള സർപ്പത്തെ നോക്കിയവർ പിന്നത്തേതിൽ മരിച്ചുപോയെങ്കിൽ മനുഷ്യപുത്രനെ നോക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യമായ ജീവനാകയാൽ നമ്മെ ദൈവം വിളിക്കുന്ന പേര് പ്രിയമുള്ളവരെ. പ്രിയമുള്ളവരെ, ഒരിക്കലായി നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനായി പോരാടിക്കൊണ്ട് കൃപയിൽ നിൽക്കുവാൻ ഇന്ന് പകൽ ദൈവം ഓർപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 3:12 മുതൽ. ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് നമ്മുടെ പേരാണ് ദൈവത്തിൻ്റെ വൃതന്മാർ. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. ഓ, കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രിയരായവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ പുസ്തകത്തിലുണ്ട്. സമയം പോയതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. നമുക്കൊരു നിമിഷം കണ്ണടച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ദൈവത്തിന് പ്രിയരായി മാറട്ടെ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ കരം നീട്ടാൻ 1-2 ദിവസങ്ങളോ 1-2 ആഴ്ചകളോ 1-2 മാസങ്ങളോ 1-2 വർഷങ്ങളോ വൈകിയാൽ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല. ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്ക്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുകയാണ്. 4-ാമനായിട്ട് അവൻ തീക്കിട നടുവിലുണ്ട്. സിംഹത്തിൻ്റെ വായടയ്ക്കാൻ അവൻ സിംഹത്തിൻ്റെ കൂട്ടിലുണ്ട്. നിന്നെ ഒറ്റയ്ക്ക് കൈവിടുന്നവനല്ല. കല്ലറയിൽ അടയ്ക്കപ്പെട്ടാൽ വിളിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് നിന്റെ കർത്താവ്. എല്ലാവരും ഒരു നിമിഷം ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഓ ജീസസ്. താഴ്ചയിൽ
എന്നെ ഓർത്തവനെ വീഴ്ച എന്നേക്കാൾ ഓ താഴ്ചയിൽ നമ്മെ കാഴ്ചയാലല്ല വിശ്വാസത്താലേ താഴ്ചയേകി നിത്യം ചേർപ്പവനേ കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി ശത്രുവിൻ തല തകർത്തവനേ മാത്രയിൽ ജയം തന്നവനേ ശത്രുവിൻ തല തകർത്തവനേ മാത്രയിൽ ജയം തന്നവനേ ശത്രുമുണ്ടാകെ മേശയൊരുക്കും മിത്രനാമേശു ശത്രുമുണ്ടാകെ മേശയൊരുക്കും മിത്രനാമേശുവൻ സ്തുതിമാനാമേ ആമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ആമേ സ്തോത്രഗീതം കുളിക്കും പാറയിൽ നിന്നും ജീവനീരിൽ നിന്നും കുളിക്കും അവൻ പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകാടിയിൽ അവൻ പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകാടിയിൽ അവൻ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ അവൻ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ അവൻ ആശിച്ച ദേശം കാണുകയാ മണവാട്ടിയായ നമ്മെ അവരേശുമണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ അവൻ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ അവൻ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ഒന്നിലും പദവിയിലരുളേ കണ്ണിന് വഴി പോയിരും അവനൊന്നിലും പദവിയിലരുളേ കണ്ണിന് വഴി പോയിരും അവൻ മണ്ണിൽ മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും അവൻ മണ്ണിൽ മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും അവൻ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ അവൻ സ്തോത്രഗീതം വിശ്വാസത്തോടെ നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ അവൻ പാറയിൽ നിന്നു പൊഴിയും ജീവനീരിൽ നിന്നും കുടിക്കും അവൻ
സ്തോത്രഗീതം പാടുക നീ മനമേ കട്ടക്ഷയം നൽകിടും നിശ്ചയമാ അവൻ സ്തോത്രഗീതം പാടുക നീ മനമേ കട്ടക്ഷയം നൽകിടും നിശ്ചയമാ ഓ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവൻ വീഴ്ചയിൽ നീയെ കാത്തവനെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവൻ വീഴ്ചയിൽ നീയെ കാത്തവനെ ഓ താഴ്ചയല്ല വിശ്വാസത്താലെ നിത്യം ചേർത്തവനെ അവൻ താഴ്ചയല്ല വിശ്വാസത്താലെ നിത്യം ചേർത്തവനെ അവൻ സ്തോത്രഗീതം പാടുക നീ മരമേ അവൻ അക്ഷയം നൽകി നിശ്ചയമാ അവൻ സ്തോത്രഗീതം പാടുക നീ മരമേ അക്ഷയം നൽകിടും നിശ്ചയമാ അവൻ സ്തോത്രഗീതം പാടുക നീ മരമേ അക്ഷയം നൽകിടും നിശ്ചയമാ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കും. നല്ല കർത്താവേ, അന്യരും പരദേശികളുമായിരുന്ന ഞങ്ങളെ പ്രിയപുത്രനെ സ്നേഹിച്ച് പ്രിയപുത്രന്റെ പുണ്യാക രക്തം കൊണ്ട് കഴുകി പ്രിയ മക്കളും അവകാശികളുമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുവാൻ, ഞങ്ങളെ അവിടുത്തെ പ്രിയ മക്കളാക്കുവാൻ ഞങ്ങളോട് കരുണ തോന്നിയല്ലോ. ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങൾ ഉൾപ്പെട്ടു നിന്ന സമൂഹമൊക്കെ ഞങ്ങളെ വിടക്കെന്നെണ്ണി, ഞങ്ങളെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ, ഞങ്ങളുടെ മരണം കാണാൻ കൊതിച്ചപ്പോൾ, ഞങ്ങളുടെ തകർച്ച കാണാൻ കൊതിച്ചപ്പോൾ, ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ, ഞങ്ങളെ ദത്തെടുക്കുവാൻ പ്രിയനായവനിൽ ഞങ്ങളോട് പ്രസാദം തോന്നിയല്ലോ. ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുകഴുവാൻ ഞങ്ങൾക്കൊന്നുമില്ല, പ്രശംസിപ്പാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഇന്ന് പകൽ പ്രശംസിക്കുന്നെങ്കിൽ അങ്ങയുടെ ക്രൂശിൽ മാത്രം പ്രശംസിക്കുവാൻ കൃപ ചെയ്യണമേ കർത്താവേ. ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ അന്യോന്യം അനുഗ്രഹിപ്പിക്കുന്ന വചനപ്രകാരം അങ്ങയുടെ മക്കളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഇന്ന് പകൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും അങ്ങയ്ക്ക് പ്രിയരായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.